ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് യൂട്യൂബ് വ്ളോഗാണ്. സോ ആ വ്ളോഗ് ഒരു പ്രത്യേക ദിവസം തന്നെ എടുക്കണമെന്ന് ഞങ്ങൾക്കൊരു ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. ഞങ്ങളെന്ന് പറഞ്ഞാൽ അടുത്ത ആളിപ്പം എൻ്റർ ചെയ്യത്തേ ഉള്ളൂ. സോ ഇന്ന് ആളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു ചെറിയൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ നല്ല നല്ല മൊമെൻറ്റ്സ് എല്ലാം ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. എല്ലാ വിശേഷപ്പെട്ട ദിവസങ്ങളും ഞങ്ങളിങ്ങനെ ഒരു വ്ളോഗാക്കി മാറ്റി ഈ ചാനലിലൂടെ കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിലാണ്. ഈ ഫസ്റ്റ് യൂട്യൂബ് വ്ളോഗ് എൻ്റെ ഒരു സർപ്രൈസ് വീഡിയോ ആയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. സർപ്രൈസ് വീഡിയോ എന്ന് പറഞ്ഞാൽ സർപ്രൈസ് ബർത്ത്ഡേ സർപ്രൈസിൻ്റെ വീഡിയോ ആയിട്ട് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. ബാക്കി നമുക്ക് പുറകെ കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. കേക്കൊക്കെ മേടിച്ച് അടിപൊളിയായിട്ട് ഞങ്ങൾ ഇവിടുത്തെ ബ്രോ സൂപ്പറായിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഹാഫ് KG വാങ്ങിച്ചോളൂ കേട്ടോ. കാരണം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരും അങ്ങനെ കേക്കും കാര്യങ്ങളൊന്നും വലുതായിട്ട് കഴിക്കുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് ഹാഫ് KG മേടിച്ചിട്ടുള്ളൂ. ഉള്ളത് തന്നെ നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാരൻ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് തന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് അമ്പലത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് മഫിൻ ഹൗസിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ എന്ത് ഫങ്ഷൻസ് വന്നാലും എല്ലാ പരിപാടികളും വന്നാലും ഞങ്ങൾ ഇവിടെ നിന്നാണ് കേക്ക്സും അങ്ങനത്തെ മഫിൻസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാറും മേടിക്കാറും. അതുകൊണ്ട് ഇപ്രാവശ്യം അവളുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് തന്നെ ഓടി വന്നു. സോ ഇച്ചിരി ലേറ്റ് ആയിരുന്നാൽ പോലും പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ചെയ്തു തന്നു. അപ്പോൾ ഈ കേക്ക് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് നന്നായിട്ട് സെറ്റ് ചെയ്ത് തന്ന ബ്രോയാണ്. ബ്രോയുടെ പേരെന്താണ്? റോഷൻ ബ്രോ ഇവിടെ മഫിൻ ഹൗസിലെ സ്റ്റാഫാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മഫിൻ ഹൗസിനെ സമീപിക്കുക. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സും ബാക്കിയുള്ള പരിപാടികളെല്ലാം സെറ്റായിട്ട് അവർ ചെയ്തു തരും. സോ എന്തായാലും നമ്മൾ ഹാപ്പിയാണ്. ഹാഫ് KG ആണെന്നും പറഞ്ഞുകൊണ്ട് വേറെ ടേസ്റ്റിലൊന്നും അവർ വേറെ ഇത് കുറവൊന്നും വെക്കത്തില്ല, പവറായിരിക്കും. സോ താങ്ക് യു ബ്രോ. ഓക്കെ ബ്രോ, കമാ ഗൈസ്. അങ്ങനെ ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാനായിട്ട് കോവളം സമുദ്രയിലോട്ട് യാത്രയാവുകയാണ് ഗൈസ്. കാറിൽ ക്യാമറ പിടിപ്പിക്കുന്ന അജീഷ് കൈ കാണിക്കൂ. പിന്നെ സൈഡിൽ കേക്കുമായിരിക്കുന്ന ബഹുമാന്യയായ ഷീജ ആൻറ്റി. പിന്നെ സൈഡിൽ ഇരുന്ന് ഇളിക്കുന്ന ദേവു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. സോ ഞാനിങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും തോന്നരുത്. ഞാനൊരു മ്ലേച്ഛമായ ഭാവത്തിൽ സംസാരിക്കുന്നതാണ്. സോ എല്ലാവരും ഖേദിക്കുക ഗായ്സ്, ഖേദിക്കുക. അപ്പോൾ നമ്മളുടെ കോവളം സമുദ്രയിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഗായ്സ്, അങ്ങനെ അടുത്തതായി കേക്ക് മുറിക്കാനുള്ളൊരു സംരംഭത്തിലോട്ട് നമ്മൾ കടന്നു പോവുകയാണ്. സോ എല്ലാവരും ഒരാളും കൂടി ഇങ്ങോട്ട് വരാനുണ്ട്. വാ. നമ്മുടെ ആൽഫി ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ട്. ഇങ്ങോട്ട് അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ കത്തി സന്തോഷപൂർവ്വം കൊടുക്കുകയാണ്. 25 വയസ്സിലോട്ട് കടക്കുന്ന മുതുക്ക് സ്നേഹേന്ദുവിനും എൻ്റെ ബേബിയുമായ സ്നേഹേന്ദുവിനും ഞാൻ കൊടുക്കുകയാണ്, കത്തി കൊടുക്കുകയാണ്. കമോ അടുത്തിട്ടോ തുടങ്ങിയാണോ? ഇന്ന് സ്നേഹേന്ദുവിന്റെ ബർത്ത്ഡേ, കേക്ക് മുറിക്കണം. കേക്കൊന്ന് മുറിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ പറയണം. ഇന്ന് സ്നേഹേന്ദുവിന്റെ ബർത്ത്ഡേ, കേക്ക് മുറിക്കണം. ആദ്യമായി ഞാൻ കേക്ക് വാങ്ങുകയാണ് ഗായ്സ്. അടുത്ത വർഷം ഒരു 5 മാസത്തിനകത്ത് കല്യാണം കൂടെ വരുവാണേ. കല്യാണത്തിന് മുന്നേ ഉള്ള നിന്റെ ലാസ്റ്റ് ബർത്ത്ഡേ അല്ലേ? ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. അയ്യേ, കുഞ്ഞാറ്റയ്ക്ക് തന്നില്ല, എല്ലാവർക്കും കൊടുത്ത്. കണ്ടോ?
അപ്പൊ എല്ലാവരും കൂടെ ഒരു ഹാപ്പി ബർത്ത്ഡേ കൂടെ പാടിയല്ല. എടാ ഹാപ്പി ബർത്ത്ഡേ വേണം. വാ ആ എല്ലാം ഒരുമിച്ച് പാടണേ. സംഘഗാനം ഒറ്റയ്ക്ക് പാടുന്നു. നേരത്തെ നമ്മൾ കോമഡി ആക്കിയെങ്കിലും അടുത്ത് സീരിയസ് ആയിട്ട് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ പറയാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒരു ബർത്ത്ഡേ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അന്നേ ദിവസം ലഭിക്കുന്ന ഗിഫ്റ്റുകൾ എന്ന് പറയുന്നത്. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അതിന്റെ വാല്യൂ വളരെ വലുതാണെന്നുള്ളതാണ് സാധാരണ അറിയുന്നത്. വളരെ പുളകിതവുമായ ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞാൽ എന്തായിരിക്കും ആ വൈബ്, എന്തായിരിക്കും? ഒരു ഊഹം പറയാമോ? ഒരു ഊഹം, ഒരു ഗസ് പറയാമോ? എന്നാലും എന്തായാലും കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഓപ്പൺ ചെയ്തോളൂ. അപ്പൊ ഓപ്പൺ ചെയ്തോളൂ. അങ്ങനെ ഭാവി ഹബ്ബിയും ഇപ്പോഴത്തെ ബുബുവുമായ US ദീക്ഷ വക ബേബിക്ക് കൊടുത്തിരിക്കുന്ന സമ്മാനമാണ്. അത് ഓപ്പൺ ചെയ്യൂ. ഇവിടുന്ന് ഓപ്പൺ ചെയ്യും. ഇത് ഇവിടുന്ന് ഇങ്ങനെ ഉണ്ടാ, ഇവിടുന്ന് പതുക്കെ ഇളക്കി അവിടുന്ന് ഓപ്പൺ ചെയ്യും. ഇത് ഇളക്കുക. അത് ഇളക്കിയിട്ട് അങ്ങനെ ഓപ്പൺ ചെയ്യും. അത് എന്ന് വാങ്ങിച്ചു എന്നുള്ളതല്ല, എന്ന് വാങ്ങിച്ചു എന്ത് പാട്ട് കേൾക്കുമ്പോൾ പലർക്കും പല ഡയലോഗുകൾ ഓർമ്മ വരും. പ്രത്യേകിച്ച് നാഗവല്ലിയുടെ മറ്റേ കളന്നുപോയ ചിലങ്കാരെന്നൊക്കെ തോന്നുന്നു. നമുക്ക് മനസ്സിൽ വരുന്ന പാട്ട് ബാക്കിൽ നിന്ന് ആൾക്കി തന്നെ പാടിയിട്ടുണ്ടായിരുന്നു. ആ പാട്ട് ഏതായിരുന്നടാ? കാലിൽ ചിലമ്പണിഞ്ഞ കാളിയമ്മേ ഭദ്രകാളിയമ്മേ. അപ്പൊ അടുത്ത ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ടീമിന്റെ സീനിയർ മെമ്പറും ഓക്കെ. അപ്പോ നമ്മുടെ ടീമിന്റെ മുതുക്ക് ലീഡറായ അതും തുറന്നു നോക്കൂ. ആഹാ കൊള്ളാലോ. ഓ ആഹാ പാന്റ് ഷർട്ടും റാപ്പ് സോങ്ങിന്റെ ഡയറക്ടർ ദേവു മനു മാധവാണ്. അൺബോക്സ് ചെയ്യാണ്. അതെന്തായാലും ഈ ദിവസത്തേക്ക് വളരെ ആപ്റ്റ് ആയിട്ടുള്ള വാക്കാണ്. വലിച്ചു പിച്ച് പൂച്ചെടുക്കുമെന്ന്. ഒന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. 2 തോർത്തും 2 കർച്ചീഫും. ഇത് കുഞ്ഞാറ്റയ്ക്ക് 2 വർഷം സൈസ് അടിച്ചത് കുഞ്ഞാറ്റയ്ക്ക് തന്നെ ഇടാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ സ്പെഷ്യൽ മൊമെൻറ്റ്സ് എല്ലാം ഞങ്ങളൊരു വ്ളോഗ് രൂപേണ ഇനിയുള്ള അങ്ങോട്ടുള്ള എല്ലാ നമ്മുടെ സ്പെഷ്യൽ മൂമെൻറ്റ്സും ഞങ്ങൾ വ്ളോഗ് മുഖേന വരുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് കുറച്ച് ഞങ്ങളെല്ലാവരും ക്യാമറയിൽ ഇങ്ങനെ ഫേസ് ചെയ്ത് സംസാരിക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ് എല്ലാവരും. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, അതെല്ലാവരും നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ബൈ.